ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മളെ പഴയ വീടാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ അറിയണമെങ്കിൽ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടാലേ മനസ്സിലാക്കാം. അപ്പം അത് ലാസ്റ്റ് വരെ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞതായിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇതിൻ്റെ പഴയതും ഇതിൻ്റെ പുതിയതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചാൽ അത് എങ്ങനെയാണെന്നൊക്കെ പറയണേക്കാരം. അപ്പോൾ ഫുള്ള് വീഡിയോ കാണുക ഗൈസ്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യും. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ പഴയ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. കുറേ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിളിച്ചിരുത്തിക്കണം. ഇവർക്ക് എന്താ നമ്മൾ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പുറത്തും ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ളും ആൾക്കാരാണ്. പിന്നെ ഇതിലെങ്ങനെ ആൾക്കാരാക്കാം, ഇതിൽ നമ്മളെ പഴയ വണ്ടിയൊക്കെ നമ്മളെ സിറ്റിക്ക് വരാനുള്ളൊരു ജീപ്പ് ഉണ്ട്, അതും ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ അതും കാണിച്ചിട്ട് കഴിച്ച് നമ്മളെ വീട് ഫുള്ളും ആൾക്കാരുണ്ട്. അത് ഫുള്ളും ആൾക്കാരാണ്. ഇതൊക്കെ എങ്ങനെ വരുത്തി, ഇതൊക്കെ വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ ഇപ്പം ലൈക്ക് ചെയ്യാത്ത ലൈക്കും ചെയ്യാം ഗൈസ്. അപ്പോൾ ഇബലക്ക് എന്താ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇബലൊക്കെ വിളിച്ചെത്തിയാണ്. ഇബലൊക്കെ ഇവിടുന്ന് കൊല്ലാൻ പോവുകയാണ്. ഒരു ഫണ്ണ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫണ്ണാക്കി എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് നേരെ റൂമുകളിലൊക്കെ ഉള്ളവരൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഒരാൾ മോൾക്ക് കയറി നിൽക്കുന്നുണ്ട്. ഒന്ന് മാറി തന്നെങ്കിൽ നമുക്ക് കയറാമായിരുന്നു. പക്ഷെ അങ്ങനെ മാറി തന്നെങ്കിൽ നമുക്ക് കയറാം. അപ്പോൾ ബാക്കിൽ ഒരാളൊന്ന് സ്റ്റെപ്പ് കയറിയത്. ഇപ്പോൾ രണ്ട് ബിസിനസ്മാനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊരു ഡൈനിങ് ഹാളിന് മാതിരി ഇവിടെ ഫുള്ളും ആൾക്കാരാണ് ഉണ്ടാവും. ഒന്ന് തിരിയാനും നടക്കാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ ബാൽക്കണി ഉണ്ടാവും. ബാൽക്കണിന്ന് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബിസിനസ്മാനൊക്കെ ഉണ്ട്. ഇവിടെ രണ്ടാൾക്കാർ ഉണ്ടാവും. രണ്ടാൾക്കാർ വർത്താനം പറയണൊക്കെ ഉണ്ട്. സുഖല്ലേ? മെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ആരോട് വർത്താനം പറഞ്ഞിട്ടൊന്നും മെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ അതാ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ വാതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ ആൾക്കാരുണ്ടാ. വാതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. ഏതൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ഫുള്ള് പുറത്തൊക്കെ നമ്മൾ വിളിച്ചോലൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചോലെ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ വിളിച്ചാത്തവരാണ്. ഉണ്ടാ ഈ ബാൽക്കണി ഫുള്ളും നിറഞ്ഞു. ഇതിൻ്റെ മുകളിലൊക്കെ അത് കയറിക്കണുണ്ടാ. മുകളിൽ നിന്നൊക്കെ സംസാരിക്കുകയാണ്. നമ്മളിന്ന് വീണ നല്ല രസം ഉണ്ടാവും. പക്ഷെ എന്തായാലും നമ്മളിവിടെ എന്തെങ്കിലും വെടിയപ്പ് നോക്കും ബോംബൊക്കെ പക്ഷെ അപ്പം അതൊക്കെ ഫണ്ണാക്കി എടുക്കുക എല്ലാവരും. ഈ സമയം ഉണ്ടാവും. ഇവിടെ ബാൽക്കണി ഫുള്ളും നിറഞ്ഞിട്ട് മുകളിലും കയറിക്കുന്നുണ്ട്. നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ മുകളിൽ നമുക്കത് കയറി നോക്കാം. ഇവിടെ രണ്ടാൾക്കാരുടെ നടക്കും. മുകളിൽ കയറാം. അങ്ങനെ മുകളിലൊക്കെ കയറിയിരിക്കണം. ഒരു മാറി നീന്തി മുകളിൽ നോക്കുക. ടെറസിൽ ഫുള്ളും ആൾക്കാർ, ഒരു ലോഡ് ആൾക്കാർ. ഇത്ര ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. പുറത്തൊന്നും ഇത്ര ആൾക്കാരില്ല. കണ്ടാ ഫുള്ള് നമുക്ക് ഇവിടെ തന്നെ വെടിയപ്പം തുടങ്ങി അടിയിലേക്ക് ഇറങ്ങാം ഗൈസ്. ഒരു ഗണ്ണ് എടുക്കാം നമുക്ക്. പക്ഷെ നമുക്ക് വേറെ ബീരങ്കി എടുത്താണ് ഒന്ന് വിടാണ്ട് ഗൈസ്. മോൾക്കാ പോണേ ഗൈസ്. ഇവിടെ നിന്നാണ്ട് വിടാം ഗൈസ്. അന്നേരം ഒന്ന് വിട്ടിക്കണം. അപ്പോൾ കുറേ ആൾക്കാരെ വീണിക്കണ്. നമുക്ക് ഇവിടൊക്കെ വിടാം. ഒന്ന് അങ്ങോട്ടാക്കിയൊക്കെ വിടാം ഗൈസ്. ഒന്നും കൂടെ വിടാം. അപ്പോൾ ആരും വരുന്നൊന്നുമില്ല ഗൈസ്. അപ്പോൾ കുറച്ച് വീഡിയോ ഉണ്ടോലൊക്കെ നീച്ച് വരും. നമുക്ക് ഗണ്ണ് മാറ്റിക്കാണ്ട് എല്ലാവരും ഇങ്ങനെ വെടിയേക്കാം. അപ്പോൾ കുറച്ച് രസമായിക്കോളും. ഇതിങ്ങനെ നോക്കുമ്പോൾ ഒരു രസമില്ല ഗൈസ്. അങ്ങനെ വെടിയൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ വെടിച്ച് കുറച്ച് ആൾക്കാർ വീണൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പം വെടിച്ച് വീണോലെ നീച്ച് വരുന്നുണ്ട്. കണ്ടാ വെടിക്കാരനാണ് ഇങ്ങനെ വെടിയൊക്കെ വരുന്നത്. നമുക്ക് വെടിച്ച് നോക്കാം. നമ്മൾ ചോദിച്ച് വരില്ല ഇപ്പം എന്താ വെടിയൊക്കെ കാറ്റുക ഗൈസ്. അവിടെ അങ്ങനെ മുകളിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വെടിച്ചോലൊക്കെ കഴിഞ്ഞ് നീച്ച് വരുന്നോലുണ്ട് ഗൈസ്. അങ്ങനെ വെടിയൊക്കെ ഗൈസ്. അവിടെ നിൽക്കണോലൊക്കെ ഇനി വെടിയൊക്കെ കണ്ട അവിടെ ഇങ്ങനെ നിൽക്കണ്ട. അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് കുറച്ച് വരുന്നുണ്ട്. കണ്ട ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇതിനെ വെടിയൊക്കെ ആകും ഗൈസ്. അതിന് ചാവണമൊന്നുമില്ല പെട്ടെന്നൊന്നും ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വെടിയൊക്കെ ഗൈസ്. അവിടെ നിന്ന് ഇങ്ങനെ വെടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലുള്ളവരൊക്കെ വെടിയൊക്കെ ഗൈസ്. ഡബ്ബലൊക്കെ വെടിച്ച് ഇനി അതാണ് ഇവിടെ മൂന്നാൾക്കാരുണ്ട്. നിങ്ങൾ വെടിക്കുക ഗൈസ്. ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാർ വെടിയൊക്കെണ്ട. ഇവിടെ ഉള്ളവരെ ഫസ്റ്റ് വെടിച്ചിട്ട് മുകളിലുള്ള വെടിയൊക്കെ സൈഡിലുള്ള അങ്ങനെ വെടിക്കുക. അങ്ങനെ തീർച്ചയായും അടിയിക്കറിഞ്ഞ ഇവിടെ രണ്ടാൾക്കാരിൻ്റെ വെടിക്കുന്ന പറഞ്ഞ് വരുന്നുണ്ട്. അവിടെ ഒരു മൂലൊക്കെ കുന്നൂടെ ഈ സൈഡ് ഒരു വെടിച്ച പോലെ ചാവണം. നമുക്ക് ബീരങ്കി എടുത്ത് വിട്ടാലോ. പക്ഷെ മാണ്ടത് തന്നെ എടുത്താണ് വെടിയേക്കാം ഗൈസ്. നമുക്കിങ്ങനെ ഓരോന്നും വെടിവെച്ച് കാണുന്ന നിലത്തേക്ക് ഇടാൻ അങ്ങനെ ഓരോന്നും നിലത്തേക്ക് തീർച്ചയൊക്കെ പോകേണ്ട വെടീൻ്റെ ഉയരം കൊണ്ട്. എന്നാലും നെയ്ച്ച് നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ അത് ഒരാൾ മെയിൻ്റെ ചെയ്യാതെ നിൽക്കുകയാണ്. ഇവിടെ ഇത്ര വെടി നടന്നിട്ട് അവൻ വെടിച്ച് നമുക്കത് ഇവിടെ നിൽക്കണ പോലൊക്കെ ദൂരത്തേക്ക് ഇടാം. പക്ഷേ അവിടെ നിൽക്കണ പോലെ ഇങ്ങനെ കാൽമുക്ക് ഇങ്ങനെ വെടിക്കുക. അപ്പോൾ അതിൽ തൂറ്റി പോകണ്ടണ്ട. കുറേ ആൾക്കാർ വീക്കുന്നുണ്ട്. അതുപോലെ മെയിൻ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അത് ഇവിടെ വരുന്നത് ഗൈസ്. അങ്ങനെയൊക്കെ ഇവിടെ വരുന്ന പോലൊക്കെ വെടിക്കണ്ട. ഇവിടെയൊക്കെ നിൽക്കണം. തൂറ്റി പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ നീച്ച് തരുന്നുണ്ട് കേട്ടാ. അവിടെ ഇവിടെ കഞ്ഞി വെടിയൊക്കെ ഗൈസ്. കുറേ ആൾക്കാർ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വീരങ്കി ഇടാം ഗൈസ്. അങ്ങനെ ഇവിടെ വീരങ്കി ഇട്ടുണ്ട്. ഇവിടെ രണ്ടാൾക്കാരാവും. നമുക്ക് ഹെഡ് ഷോട്ട് വെക്കാം. തലക്ക് നോക്കി വെക്കാം. ഒരു വർത്താനം പറയാൻ തോന്നുന്നു. തലക്കൊന്ന് രണ്ട് മൂന്നും ഇത്ര ബാക്കിൽ നിന്ന് വെടിച്ചിട്ട് അറിയില്ല ഗൈസ്. ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങളൊക്കെ ഞാൻ ആരെ വെടിവെക്കാം ഗൈസ്. നിങ്ങളൊക്കെ വെടിച്ച് കഴിഞ്ഞിരിക്കണ് ഗൈസ്. ഇവിടെയൊക്കെ
ഒന്നും അറിയാത്തപോലെ മെയിൻ ചെയ്യണ്ട മുന്നിൽ ഇറങ്ങണ്ട വേണ്ട ഇവിടെ ഫുള്ളും മേടിക്കുക പക്ഷെ അങ്ങനെ ഫുള്ളും മേടിച്ചിക്കണ് പക്ഷെ ഇന്നെ വെടിവെക്കുന്ന പറഞ്ഞാൽ ദൂരത്തുനിന്ന് പാഞ്ഞ് നിൽക്കണം പക്ഷെ അങ്ങനെ വെടിവെച്ച് കൊടുക്കുക വെടിവെക്കാൻ പറഞ്ഞ വെടിവെക്കണ്ടേ പൈസ മുകളിലൊക്കെ കഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല പക്ഷെ ഒരാളിതാ ഒരാൾ അനങ്ങാതെ നിൽക്കുമ്പോൾ അങ്ങനെ വെടിവെച്ചിക്കണ് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം പൈസ താഴത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഡെഡ് ആയിട്ടില്ല ഇവിടെ ഡെഡ് ആയിക്കണെന്ന് തോന്നുന്നു താഴത്തേക്ക് പോവാം ഗൈസ് അങ്ങനെ ഇവിടെ അങ്ങനെ താഴത്തേക്ക് ഓ ഒന്നും അറിയാതെ അവിടെ ഒരാൾ നിൽക്കുക തൂറ്റിച്ചിട്ട് നമ്മൾ ഇനി ഒന്നും അറിയണ്ട നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം അങ്ങനെ താഴത്ത് ഇറങ്ങിയിരിക്കണം അപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർ മുന്നിൽ നിന്നിട്ട് മീനിനെ വെടിക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുക നമ്മൾ വെടിവെക്കാത്തതുകൊണ്ട് പോയി ഇവിടെ സോഫമിലൊക്കെ കുറേ ആൾക്കാർ കുത്തിറക്കുന്നുണ്ട് ഓലൊക്കെ വെടിവെക്കാം ടേബിൾ കൊണ്ട് ഉള്ളിൽ കൂടെ ഒക്കെ മണ്ടി വരുന്നത് പക്ഷേ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങാം പക്ഷെ നമുക്ക് വലിയ ഗണ്ണെടുത്ത് കണ്ടിട്ടാ അപ്പം അങ്ങനെ നമ്മൾ ചാവൊന്നുമില്ല പക്ഷെ ബോധം കിട്ടുന്നുള്ളൂ ഡബ്ബടൊക്കെ വെടിച്ചിക്കണ് അങ്ങനെ ഡബ്ബടൊക്കെ വെടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇറങ്ങിയാണ്ട് നോക്കാം ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് ബാൽക്കണിയിലൊക്കെ ഉണ്ട് നമുക്ക് ബാൽക്കണിക്കൊന്ന് പോയോക്കാം അല്ല ഗൈസ് അങ്ങനെ ബാൽക്കണി ഇവിടെ രണ്ടാൾക്കാരുണ്ട് അങ്ങനെ വെടിച്ചു ഇവിടെ മുകളിലൊക്കെ അതാ ഗീസ് ദബ്ബടെ ഒന്ന് ഇടുക ഗീസ് ഒന്നവിടെ ഇട്ടുകൊണ്ട് ഇവിടെ ബോധം കിടുക ഗണ്ണ് മാറ്റിയാണ് ദബ്ബടിയൊക്കെ ഗീസ് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മയത്ത് ചുമരിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആൾക്കാർ വരുന്നത് എന്ത് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് തീർച്ചയാണ് പോട്ടെ ഗീസ് അങ്ങനെ ഷൂട്ട് ചെയ്തേക്കണ് വേണ്ട ഇതുപോലെ ഒരാളെ ഷൂട്ട് ചെയ്താൽ മറ്റോളൊന്നും ഒന്നും ചെയ്യൂല അറിയാത്ത പോലെ നിൽക്കും അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ദബ്ബടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ കുറേയൊക്കെ കഴിഞ്ഞിരിക്കണണ്ട ഇവിടെ ബിസൈലൊക്കെ ഇട്ടിക്കണണ്ട ഓ ഓടക്കൊക്കെ മോൾക്കൊക്കെ തെറിച്ച് പോയി പോകുമ്പോട്ടിട്ട് അങ്ങനെ ലാസ്റ്റ് ബാൽക്കണി ഒരാളുണ്ട് നമുക്ക് നേരെ ബോധം കെട്ടാം അങ്ങനെ ബോധം കെട്ടി അവിടെ കിടക്കുന്നുണ്ട് ഒരടി കണ്ട് കൊടുത്തിട്ടുള്ളൂ ബോധം കെട്ടി നമുക്ക് നേരെ താഴത്തേക്ക് പോകാം ഈ സത്യം ഇതിൻ്റെ മുകളിലത് ഒരാൾ നിൽക്കണ് നമുക്കത് ഒരു ഗണ്ണെടുത്താണ്ട് വെടിവെക്കാണ്ടാവും മുകളിൽ ഔ നേരെ ഒന്നെടുത്ത് താഴത്ത് കണ്ടുപോണി ഗൈസ് നമ്മൾ അടിയൊക്കെ എത്തിന് ഏറ്റവും അടിയിലെത്തി നമ്മളെ റൂമിൽ പോയ ഗൈസ് നമ്മളെ റൂമിൽ ഒരാളുണ്ട് കണ്ടാ ഒറ്റാൾ നമ്മളെ ബെഡ്റൂമിൽ ബെഡിലൊക്കെ ചോരണ്ട് ഗൈസ് അങ്ങനെ പുറത്തെത്തിക്കണ് പുറത്തത്തെ കുറച്ച് ആൾക്കാരൊക്കെ നമുക്കങ്ങനെ വീരെങ്കിൽ ഇടാം ഗൈസ് കുറച്ച് നേരം കൊല്ലാനൊക്കെ ഉണ്ട് എന്നാലും പിന്നെ എന്നെ വെടിക്കുന്നതാണ് തോക്കിന് മുന്നിക്ക് നിൽക്കണതാ ഏസ് നമുക്ക് ഇതായിട്ട് അങ്ങനെ വെടിയൊക്കെ പറ്റില്ല നമ്മൾ ഡെഡാവും ഏസ് നമുക്ക് വേണ്ടി കൊന്ന് ഇനി നമുക്ക് ഇവിടെ ദൂരത്തുള്ളവരൊക്കെ കൊല്ല കൊള്ളണില്ല ഒറ്റൊന്നും കൊള്ളണില്ല ചിലതൊക്കെ കൊള്ളുന്നുണ്ട് നമ്മൾ ദൂരത്തൊക്കെ ആ കടയിനൊക്കെ വെടിയേക്കാം പിന്നെ നീച്ചിരുന്നതാ പക്ഷെ അതിനെ കൊണ്ട് അവിടെ തന്നു അതിനും കൊണ്ടിരിക്കണ് പിന്നെ അവിടെ അതിനും കൊണ്ട് പിന്നെ ഇവിടെ അതിനും വേണ്ടി കൊണ്ട് ഇതിവിടെ നോക്കിക്കണം നമുക്ക് സഹായം തോന്നണം ഇസ്മലൊക്കെ കൊന്നു കഴിഞ്ഞാടാ ഇനി ഇതാ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ കുറേ കൊന്നും ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ ദൂരത്തൊക്കെ നോക്കുന്നുണ്ട് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട് അറിയാത്ത പോലെയാണ് നമ്മൾ കുറേ കൊന്നുന്നത് ഏകദേശം അങ്ങനെ എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ കണ്ട ഈ വീട്ടിൽ കാലിയൊക്കെയാണ് കുറേ ആൾക്കാർ നമ്മൾ വിളിച്ചപ്പോൾ ഫസ്റ്റ് നമ്മളെ ഗെയിം ഒഴിവാക്കിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കളിച്ചാൻ പറ്റില്ല ഫസ്റ്റ് നമ്മൾ ഗെയിം ഒഴിവാക്കാം ഗെയിം ഒഴിവാക്കിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തതുമായി തന്നെ ഇവിടെ എഴുതിയമായി തന്നെ ടൈപ്പ് ചെയ്യാം പക്ഷെ അങ്ങനെ ടൈപ്പ് ചെയ്ത ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക അടിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഗെയിമുണ്ട് പഴയ ഗെയിമൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ പക്ഷേ 12 ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ആരോ മാർക്കം അത് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ചിലപ്പം പെട്ടെന്ന് കിട്ടും അങ്ങനെ കുറച്ച് നേരം എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു പക്ഷെ അപ്പോൾ അവിടെ അങ്ങനെ ലോഡായി കണ്ട് നമ്മളോട് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഡൗൺലോഡ് നിൽക്കാം എന്താ ഡൗൺലോഡ് നോക്കിയപ്പോൾ മുകളിലതാ അപ്പോൾ അതാ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ളത് പക്ഷെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ് പക്ഷെ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ ഇതാണ് ഗെയിം ഹലോ ഗൈസ് അപ്പോൾ അതൊക്കെ മനസ്സിലായി വെച്ചിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കണം അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയാണ്ട് എൻ്റെ അടുത്തുള്ളത് ഡൗൺലോഡ് ചെയ്തത് അതായത് ഗൈസ് അപ്പോൾ ഇതിലിതാ 1 അടിച്ചാൽ ബോയിനെ കിട്ടും 2 അടിച്ചാൽ ഗേളിനെ കിട്ടും അപ്പം ഇതിൽ പുതിയ അപ്ഡേറ്റ് ആണിത് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കി അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ അതേപോലെ തന്നെ പുതിയ ടാറൊക്കെ ഉണ്ട് പഴയ മോഡൽ ടാറ് ഇത് നമ്മളെ സിറ്റിക്കും വരും ഈ ടാറ് ഞാൻ കാണിച്ചു തരാം 90 തന്നെയാണ് പക്ഷെ ഇതാണ് നമ്മളെ സിറ്റിക്കും വരാനുള്ള ടാറ് പക്ഷെ അത് അവിടുത്തെ അപ്ഡേറ്റിൽ വരും എന്നാണ് പറഞ്ഞത് ടാറ് പക്ഷെ അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ സിറ്റിക്കും വരുന്ന ടാറ് ഇത് പഴയ ടാറാണ് ഈ ഗെയിമുള്ളത് അപ്പം നമ്മളെ ഗെയിമത്തെ ഇപ്പോഴത്തെ ടാർ ഒഴിവാക്കിയാണ് ഈ
ടാറ് വരും. അപ്പോൾ ഈ ടാർ ഇഷ്ടപ്പെട്ടവങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം. പിന്നെ അതിൻ്റെ കുറേ പഴയത് വേണമെങ്കിൽ പഴയതും അതിലുണ്ടാവും, താഴത്തൊക്കെ പഴയതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഗൈസ്. അപ്പോൾ ഈ ടാറിൽ വണ്ടിയിലൊക്കെ നമ്മൾ കയറിക്കണം, ഓട്ടിയൊക്കെ ഒന്ന് ബൈബിൾ നല്ല സ്ഥലമുണ്ട് ഗൈസ്, അടിപൊളിയാണ്. ഇവിടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് ഓട്ടാൻ, ഒന്ന് ഓട്ടിയൊക്കെ ഗൈസ്. ഓ ഗൈസ്, ഒന്ന് ഇടിച്ച് സാരില്ല, ഒന്നുമില്ല, നമുക്ക് നേരെ ഇറങ്ങിക്കൊണ്ട് നോക്കാം. പുതിയ ടാറിനെക്കാട്ടി അടിപൊളിയാണ് ഈ പഴയ ടാറ്, നല്ല രസമുണ്ട്. അപ്പം എന്താ അടിപൊളിയാണ്, നല്ല ബ്ലാക്ക് നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ കളറൊന്നും മാറ്റിട്ടില്ല ഗൈസ്. ഈ വീഡിയോ എത്ര ഉള്ളൂ, സെറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം നല്ല വീഡിയോ കാണുമായിരിക്കും.